ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് നാൾ മുമ്പേ കുറച്ച് വാക്സ് സീൽസും അതുപോലെ തന്നെ വാക്സിൻ്റെ ബീഡ്സും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ ഡിഫറെൻറ്റ് വാക്സിങ് ടെക്നിക്സും കൂടെ നമുക്ക് നോക്കാം. ഞാൻ ആമസോണിലൊക്കെ ഡിഫറെൻറ്റ് സെല്ലേഴ്സിൻ്റെ വാക്സ് ബീഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് റീസണബിളായിട്ട് എനിക്ക് കിട്ടിയത് അതിഥീസ് ഹോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ ഇത് പർച്ചേസ് ചെയ്തത്. വാക്സ് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാക്സ് ബീഡ്സ് ആണ്. അതുപോലെ വാക്സിങ് ചെയ്യുന്ന സീൽ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ 2 വാക്സ് സീൽസാണ് ഉള്ളത്. ഇതിൽ മെയ്ഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളൊരു വാക്സ് സീൽ ഞാൻ പണ്ട് എജുമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൂടാതെ ആദ്രദീസ് ഹോമിൽ നിന്ന് ഞാനൊരു വാക്സ് സീൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു വാക്സ് സീലാണ് കേട്ടോ. സ്മൈലിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാമറയുടെ പിക്ചറും കൂടെ അതിനകത്തുണ്ട്. ഇതുകൂടാതെ നമുക്കൊരു സ്പൂൺ വേണം. സ്പൂൺ എന്ന് പറയുമ്പം അതിനൊരു സെപ്പറേറ്റ് സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ വാക്സ് ഇട്ടിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. ഈ സ്പൂൺ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്പൂണിലിട്ടിട്ടും നമുക്കിത് ചൂടാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ചെരിവ് പോലെയുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ സ്പൂണാകുമ്പം. അപ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ സ്പൂൺ തന്നെ മേടിക്കുക. പിന്നെ ഇത് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്കത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒരു കാൻഡിലിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് കാൻഡിലിൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കാം. നമുക്ക് വാക്സിൽ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബുക്ക് മാർക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ആ ഒരു ബുക്ക് മാർക്കിൻ്റെ വാഷി ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പിങ്ക് കളർ വാക്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇതുമായിട്ടൊരു കളർ കോർഡിനേഷൻ എനിക്ക് തോന്നുന്നു പിങ്കിനാണ് നല്ലോണം ഉള്ളത്. അപ്പോൾ നമുക്കിത് തന്നെ എടുക്കാം. നമുക്ക് ആദ്യം ഈ സ്പൂണ് കാൻഡിലിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഈ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഈ വാക്സ് ബീഡ്സ് ഒരു 3 എണ്ണം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു സ്റ്റാമ്പിങ്ങിനുള്ള ഒരു ക്വാണ്ടിറ്റി ആവും. നമ്മൾ വാക്സ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേഗം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മെയ്ഡ് വിത്ത് ലവ് എന്ന് എഴുതിയിട്ടുള്ള സ്റ്റാമ്പാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഈ വാക്സിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5-10 സെക്കൻഡ് കൊണ്ട് തന്നെ വാക്സിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. വാക്സിൽ മെല്ലെ റിമൂവ് ചെയ്യാം. നമുക്ക് സീല് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു മെറ്റാലിക് പെൻ വെച്ചിട്ട് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് വർക്ക് ചെയ്യാം. ഞാനൊരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ ഒരു വേർഡിങ്സ് എഴുതിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വാൾ പോസ്റ്റർ പോലെയൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കൊരു വാക്സ് സീൽ ചെയ്ത് നോക്കാം. ഞാനിവിടെ റെഡ് കളർ വാക്സ് ബീഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. നല്ലൊരു ആപ്പിൾ റെഡ് കളറാണ് കേട്ടോ ഈ ബീഡ്സിന്. നല്ല ഭംഗിയുണ്ട്. നമുക്കിനി സ്പൂൺ ചൂടാക്കിയിട്ട് റെഡ് കളർ വാക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്പൂൺ ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഇതിലേക്ക് റെഡ് കളർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഡാർക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ആ ലൈറ്റ് കളർ അധികം ഇതിലേക്ക് വരില്ല. നമ്മുടെ സീല് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഗോൾഡൻ കളർ പെൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി നെക്സ്റ്റ് വർക്ക് നോക്കാം. ഞാനൊരു എൻവലപ്പ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കിയൊരു എൻവലപ്പാണ്. ഇതിലേക്ക് നമുക്കൊരു മെസ്സേജ് എഴുതി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വാക്സ് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് കളർ വാക്സ് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പൂൺ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. സ്പൂൺ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു ടിഷ്യൂ ഉപയോഗിച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് വാക്സ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ബീഡ്സ് ആണ് കേട്ടോ സാധാരണ യൂസ് ചെയ്യാറ്. അത് നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ടാകും.
സ്മൈലിന് എഴുതിയ വാക്സ് സീലാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാക്സ് സീൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് വാക്സിങ് ടെക്നിക്സ് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്മൂത്ത് സർഫസ് എടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ വാക്സ് ഒഴിച്ചിട്ട് സീൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിതുപോലെ റെഡിമെയ്ഡായിട്ട് വാക്സ് സീൽസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. നമ്മുടെ ഏതാണോ ക്രാഫ്റ്റ് പീസ് അതിലേക്ക് നമുക്ക് പിന്നീട് പശ തേച്ചിട്ട് ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വാക്സ് സീൽസ് ഉണ്ടാക്കുമ്പം ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്കിതിൽ യൂസ് ചെയ്യാം. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സാണ്. അതായത് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വാക്സ് ബീഡ്സ് നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഒരു ഡിഫറെൻറ്റ് കളറോ അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത് തന്നെ ഇരിക്കുന്ന രീതിയിലോ നമുക്ക് വാക്സ് സീൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 ഓറഞ്ച് കളർ വാക്സ് ബീഡ്സും അതുപോലെ 2 പിങ്ക് കളർ വാക്സ് ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് രണ്ടും കൂടെ മിക്സായിട്ട് ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു പീച്ച് കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാക്സ് സീൽസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ എൻവലപ്സിൽ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഞാൻ റെഡും ഓറഞ്ചും കൂടെയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്കൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഒരു മെറൂൺ ഷെയ്ഡ് പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടെക്നിക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ്. ഗ്ലൂ ഗണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗമ്മിൻ്റെ സ്റ്റിക്കാണിത്. ഗ്ലൂ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇലക്ട്രിസിറ്റിയിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഈ ഗ്ലൂ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പെറ്റലിലേക്ക് ഗ്ലൂ ചൂടാക്കി നമുക്ക് വെച്ച് കൊടുക്കാം. സീലിന് പകരമായിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള ക്യാപ്പാണ് എടുക്കുന്നത്. നമുക്കിനി ഗമ്മിൻ്റെ മുകളിലേക്ക് ഈ ക്യാപ്പ് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. പതുക്കെ നമുക്കിത് റിമൂവ് ചെയ്യാം. നമ്മുടെ സീല് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ വാക്സ് സീൽസോ വാക്സ് ബീഡ്സോ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയുള്ള സീൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ടെക്നിക്ക് ട്രൈ ചെയ്യാം. ഈ ടെക്നിക്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് സ്റ്റാമ്പ് സീലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫെതേഴ്സാണ്. ഈ ഫെദർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വാക്സ് ഉരുക്കി ഒഴിക്കുന്നത്. നമ്മൾ പോസ്റ്റൽ കാർഡ്സൊക്കെ ചെയ്യുമ്പം സാധാരണ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഒരു ഫെദർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വാക്സ് ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇത് നമുക്ക് അത്ര കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്കിനി വേറൊരു ഫെദറും കൂടെ ട്രൈ ചെയ്യാം. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റാമ്പ് സീൽസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡയറക്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹൈലൈറ്റും കൂടെ ചെയ്തെടുത്തപ്പം നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ വർക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബുക്ക് മാർക്കിലും എൻവലപ്പിലും പോസ്റ്ററിലും ഒക്കെ നമ്മൾ വാക്സ് സീൽ ട്രൈ ചെയ്തു. അതുകൂടാതെ ഡിഫറെൻറ്റ് ടെക്നിക്സിലൂടെ നമ്മൾ സീൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സിംഗിൾ കളർ യൂസ് ചെയ്തിട്ടുള്ള സീൽസ്, അതുപോലെ കളർ മിക്സ് ചെയ്തിട്ടുള്ള സീൽസ്, ഫെതേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ നമ്മൾ ഗ്ലൂ ഗൺ ടെക്നിക്ക് വെച്ചിട്ട് സീൽസ് ഉണ്ടാക്കി. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് സീൽസ് നമ്മളിന്ന് ഉണ്ടാക്കി.
എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.